പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല സന്ധ്യ എല്ലാവർക്കും നേരുകയാണ്. എന്നാൽ എവിടെയോ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു വേദനാജനകമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വാക്ക് നിങ്ങളോട് പറയുന്നത്. അത് മറ്റാരെയും കുറിച്ചല്ല, എടപ്പള്ളി രാഘവൻ പിള്ള എന്ന് പറയപ്പെടുന്ന പ്രണയത്തിൻ്റെ പാട്ടുകാരനെ കുറിച്ചാണ്. പ്രേമത്തിൻ്റെ തരളിത ഭാവങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് ഈറ്റിച്ചു തന്ന പ്രേമഗായകൻ, അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ വരികൾ ഹൃദയത്തിൻ്റെ നനവിൽ നിന്ന് എഴുതി ചേർത്ത് വെച്ച് ഷെല്ലിയെപ്പോലെയോ കീറ്റ്സിനെ പോലെയൊക്കെ എഴുതിയിട്ടുള്ള ആൾ എന്ന് സമകാലീനരായിരുന്ന കവികളാൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മറ്റാരുമല്ലായിരുന്നു ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ അദ്ദേഹത്തെ വിശ്വോത്തരമായ കവികളോടൊപ്പം വിശേഷിപ്പിച്ചിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ള, ഇന്നത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഇറ്റാലിയൻ കവികളോട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. അത്രമാത്രം സുന്ദരമായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് പിറന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗാക്കലോമിയോ പാടിനോട് തുലനം ചെയ്യുക എന്നൊക്കെ പറയുമ്പം, അത് ഇറ്റാലിയൻ കവിയാണ്, തുലനം ചെയ്യുക എന്നൊക്കെ പറയുമ്പം ഇടപ്പള്ളിയുടെ ഒരു നിൽപ്പ് എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്നൊക്കെ പറയുമ്പം മണിനാഥം, അത് വേദനയോടെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളൂ. തുഷാരഹാരം, ഹൃദയസ്മിതം അല്ലെങ്കിൽ ഹൃദയസ്മിതമാണ്. അതെ. പിന്നെ ഇടപ്പള്ളി കൃതികൾ അല്ലെങ്കിൽ ഇടപ്പള്ളി കൃതികൾ എന്ന് അങ്ങനെ കുറച്ച് മാത്രമേ എഴുതുള്ളൂ. എന്തിനാണ് അധികം എഴുതുന്നത്? എഴുതിയ വാക്കുകളിൽ തന്നെ ചിലതൊക്കെ വായിക്കുമ്പം ഹൃദയത്തിൻ്റെ ഉള്ളിൽ മമ്പരങ്ങൾ മാത്രം അവശേഷിപ്പിച്ചിട്ട് അദ്ദേഹം പോയിരിക്കുന്നത്. ഇടപ്പള്ളി രാഘവൻ പിള്ള അദ്ദേഹം 10ാം ക്ലാസ് രണ്ടാമത്തെ പ്രാവശ്യമാണ് എഴുതി ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു പോവുകയാണ്. അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാനമ്മയ്ക്ക് ഇടപ്പള്ളിയെ അധികം ഇഷ്ടമില്ലായിരുന്നു. രണ്ടാനമ്മയിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്ന വ്യക്തിയാണ് ഇടപ്പള്ളി. അച്ഛൻ നല്ല മദ്യപാനി എന്ന് പറഞ്ഞാലൊക്കില്ല, തികഞ്ഞ മദ്യപാനിയാണ്. അപ്പം അച്ഛനിൽ നിന്ന് സ്നേഹം ലഭിച്ചിട്ടില്ല. അമ്മയിൽ നിന്ന് അകാലത്തിലെ പൊലിഞ്ഞതുകൊണ്ട് സ്നേഹവായ്പിൻ്റെ ചുംബനങ്ങൾ ലഭിക്കാതെ പോയ ഒരു വ്യക്തിയാണ് ഇടപ്പള്ളി. എന്നാൽ രണ്ടാനമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടിയോ? അതില്ല. അങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ട്യൂഷന് വന്ന ഒരു പെൺകുട്ടിയായിട്ട് അദ്ദേഹം പ്രണയത്തിലാകുന്നു എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി അല്പം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന കുടുംബത്തിലെയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രണയവും ഇടപ്പള്ളിയുടെ പ്രണയവും പരസ്പരം തിരിച്ചറിഞ്ഞ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇദ്ദേഹത്തോട് ഈ നാട് വിട്ട്, അതായത് എറണാകുളത്തെ ഇടപ്പള്ളി എന്ന് പറയപ്പെടുന്ന ഗ്രാമം വിട്ട് അല്ലെങ്കിൽ നഗരം വിട്ട് പോകാൻ ആവശ്യം. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇടപ്പള്ളി അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ബാലകൃഷ്ണൻ നായർ എന്ന് പറയപ്പെടുന്ന ആളിനോടൊപ്പം താമസിക്കും. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പല മാസികകൾക്ക് വേണ്ടി എഴുതുകയും അതിനോടൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഷോപ്പുകളിലൊക്കെ നിന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. കേരള കേസരി എന്ന് പറയപ്പെടുന്ന ഒരു മാസിക നിർത്തിയപ്പോൾ അദ്ദേഹം കൊല്ലത്തേക്ക് വന്നിട്ട് അതൊരു വക്കീൽ, പ്രശസ്തനായ ഒരു വക്കീൽ VM നാരായണപിള്ളയോടൊപ്പമാണ് താമസിക്കുന്നത്. താമസം മുന്നോട്ട് പോയി സന്തോഷത്തോടെ പോയി. അതിനകത്തൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ, VM നാരായണപിള്ള ഇദ്ദേഹം സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെ ബന്ധുവാണ്. പക്ഷെ ഇതറിയാതെ ഇതെവിടെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം
BM നാരായണപിള്ളയ്ക്ക് ഒരു കത്ത് വന്നു, അതായത് വിവാഹത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത്. അപ്പോൾ ഈ കത്ത് കാർഡിലാണ്. അത് കിട്ടിയപ്പോൾ ഇത് വായന കുൽസിതനായ അല്ലെ വായനയോട് ആഗ്രഹമുള്ള ഇടപ്പള്ളി ഇതെടുത്ത് വായിച്ചു നോക്കുമ്പം താൻ പ്രേമിക്കുന്ന അല്ലെങ്കിൽ പ്രേമിച്ച അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ ഉപാസിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹമാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ ഈ കല്യാണത്തിന് പങ്കെടുക്കണം എന്ന ചിന്തയിൽ അദ്ദേഹം പോവുകയും ഈ കല്യാണത്തിന് പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കല്യാണത്തിന് പങ്കെടുത്ത ആ ദിവസം തന്നെ വളരെ വിഷമജനകമാകുന്ന മറ്റൊരു കാര്യം സംഭവിച്ചു. അദ്ദേഹം കുളിച്ച് വൃത്തിയായി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കഴുത്തിൽ ഒരു പൂമാലയൊക്കെ ഇട്ട് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ല, മരത്തിൽ അല്ലെങ്കിൽ സ്വയം കൊന്നു എന്ന് പറയാം, തൂങ്ങി മരിക്കുകയാണ്. മലയാളത്തിൽ മലയാള രാജ്യം എന്ന് പറയപ്പെടുന്ന ഒരു മാസിക, ഈ മലയാള രാജ്യം എന്ന മാസികയിൽ അദ്ദേഹം തലേ ദിവസം, മരണത്തിൻ്റെ തലേ ദിവസം ഒരു കവിത അവർക്ക് കൊടുത്തു. അതിൻ്റെ പേരാണ് മണിനാഥം. മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസം എഴുതിയ വരികളാണ്. മരണത്തിൻ്റെ മണിമുഴക്കം എന്നൊക്കെ നമ്മൾ പറയും. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കിൽ കൃത്യമായിരിക്കണമെന്നില്ല, എങ്കിലും ഞാൻ പറയാം. സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിച്ചിടുന്ന ശാരദാകാശമേ എന്നൊരു വാക്കും അതിനകത്തുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഹൃദയഭേദകമായി തോന്നിയ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ, അനുനയിക്കുവാനെത്തുമെൻ കൂട്ടരോട് അരുളിയിടട്ടെ എന്നന്ത്യയാത്രാവഴി. വല്ലാത്ത വേദനയാണല്ലേ. പ്രേമിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവളുടെ വിവാഹത്തിൻ്റെ അതേ രാത്രിയിൽ ആ പ്രേമത്തിൽ നിന്ന് വിഭജിച്ചു പോകാൻ സാധിക്കാത്ത മനസ്സുകൊണ്ട് ഇനിയും അവൾ ജീവിക്കുന്ന ലോകത്തിൽ ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ പ്രേമത്തോടൊപ്പം തന്നെ തീർക്കുകയാണ് എന്ന് പറയുന്ന ഒരു പ്രേമഗായകൻ പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുക. നമുക്ക് നഷ്ടമായത് ഒരു വലിയ കവിതാ സമാഹാരം എഴുതേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കലൂടെ പറയുന്നു, സഹതപിക്കാത്ത ലോകമേ എങ്കിലും സഹകരിച്ചിടുന്നു ശാരദാകാശം എന്ന് പറഞ്ഞ് ഇടപ്പള്ളി യാത്രയാകുമ്പോൾ ഒരുപിടി പ്രേമത്തിൻ്റെ നൊമ്പരങ്ങളും കൂരമ്പുകളും നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു നൽകിയിട്ട് പോയ ആ കവിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യപ്രകാരമാണ്. നന്മയുടെ നല്ല ദിവസം നിർത്തുന്നു. ജോൺസൺ കർ.